നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്നും ഉള്ള പോലെ നമ്മൾ ദാജി ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ള പല വ്യക്തിത്വങ്ങളുമായിട്ടും അദ്ദേഹം അഭിമുഖം നടക്കുന്നുണ്ട്. അപ്പോൾ പലരും പല ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കും. ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരും അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ആവാം, എഡ്യൂക്കേഷണൽ ഫീൽഡ്, ഹോസ്പിറ്റൽസ്, ആത്മീയ ഫീൽഡിലുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ ഫീൽഡിലും. അപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിനോട് ഇടപെടുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി അവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവും. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചോദിക്കേണ്ടത് പലപ്പോൾ അറിയില്ല. കേൾക്കുമ്പോൾ ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഗതി തോന്നും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും പുതിയതായിട്ട് ദാജി എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കും. അപ്പം അതുപോലെയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാം. അതിൽ ഒന്നെന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്ലീനിങ്ങിനെ സംബന്ധിച്ച ശുദ്ധീകരണം. ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ശുദ്ധീകരണമാണ്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധീകരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, ഒരു ലാഘവത്വം നമ്മുടെ ഉള്ളിൽ. ചില സമയത്ത് ആ ലൈറ്റ്നെസ് അല്ല, ഹെവിനെസ് ഫീൽ ചെയ്യും, ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ, ഒരു പ്രതിരോധം. അപ്പോൾ ചിലപ്പോൾ ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, ചിലപ്പോൾ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വൈരുദ്ധ്യം എങ്ങനെയാണ് വരുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടതെന്ന് ചോദിച്ചു. ലൈറ്റ്നെസ്സും റെസിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹം നമുക്കൊക്കെ അനുഭവപ്പെട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനന്തതയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അത് ഈ കഴിവുറ്റ മാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാല് അനന്തതയുമായിലാണുള്ളത്, മറ്റേ കാല് പരിമിതമായ ലോകത്തിലുള്ളു. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഡീപ്പായിട്ടുള്ള ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. അപ്പോൾ ഒന്ന് അനന്തതയുമായിട്ടുള്ള കണക്ഷൻ, മറ്റൊന്ന് പരിമിതമായിട്ടുള്ള ഈ ലോകവുമായിട്ടുള്ള കണക്ഷൻ. ഈ വൈരുദ്ധ്യമാണ് വാസ്തവത്തിൽ ഈ പ്രതിരോധം ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകണ്ടാകുമോ, ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിമിതമായ ലോകത്തിനെയും മനസ്സിലാക്കണം, അനന്തതയും നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ട് കാലിൽ ഒരുമിച്ച്, രണ്ട് തോണിയിൽ ഒരുമിച്ച് കാല് വയ്ക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് അല്ല. നമുക്കറിയാം എന്താ ഉണ്ടാവുക, കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് തോണിയും ഒരേപോലെയാണെങ്കിലോ ഈ പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനന്തതയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൗതികമായിട്ടുള്ള പരിമിതമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ അനന്തതയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം തീർക്കും. മെഡിറ്റേഷൻ്റെ ഐഡിയ തന്നെ അതാണ്. ചില ഉപനിഷത്തുകളൊക്കെ പറയും ആകാശം എന്ന് പറയുന്ന സ്പേസാണ് അനന്തത. സമയത്തിന് അവകാശം എന്ന് പറയാൻ, ആകാശം സ്പേസ്, അവകാശം ടൈമാണ്, കാലം പരിമിതമാണ്, മാറി മാറി വരും. അപ്പോൾ ആകാശത്തെ ഈ അവകാശത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ആ അനന്തമായ ശൂന്യതയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പരിമിതമായിട്ടുള്ള ഈ ഭൗതിക ജീവിതവും അനന്തമായി മാറും.
അപ്പോൾ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ അനന്തത നമുക്ക് ഫീൽ ചെയ്യില്ല, അല്ല പരിമിതി നമുക്ക് ഫീൽ ചെയ്യില്ല, അനന്തതയെ ഫീൽ ചെയ്യും. ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പേസ് എന്ന് പറയുന്ന അനന്തശൂന്യ വിസ്തൃതി അത് നമ്മുടെ ഹൃദയത്തിലാണ് സൃഷ്ടിച്ചെടുക്കേണ്ടത്. ഹൃദയത്തിലാണ് ആ ശൂന്യത കൊണ്ടുവരേണ്ടത്. മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്ലീനിങ്ങിലൂടെ സംഭവിക്കുന്നതാണ് ഹൃദയം ശൂന്യമാക്കുക. അപ്പോൾ ആ അനന്തതയുടെ എഫക്റ്റ് നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അനന്തതയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സ് പരിമിതമാണ്, നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ പരിമിതമാണ്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, എല്ലാത്തിനും പരിമിതിയുണ്ട്. അപ്പോൾ ഈ പ്രതിരോധം നമുക്ക് അനുഭവപ്പെടും പരിമിതിയിൽ വെക്കുമ്പോൾ. അപ്പോൾ അത് അതിന് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അങ്ങനെ ഈ പ്രതിരോധവും അതുപോലെ ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ കുറച്ച് നേരം കൂടി മെഡിറ്റേറ്റ് ചെയ്താൽ മതി. പകൽ സമയത്ത് എപ്പോഴും നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത അവസ്ഥ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. 2-3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം എന്താ, 1 മണിക്കൂർ നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്താണത്. അപ്പോൾ അത് അങ്ങനെ നമ്മളെ വിട്ടുപോവില്ല. അപ്പോൾ നമുക്കതിനെ തിരികെ കൊണ്ടുവരാം. അല്ലെങ്കിൽ കുറച്ച് നേരം ക്ലീൻ ചെയ്ത് നോക്കാമോ, അല്ലെങ്കിൽ ഒരു പ്രിസെപ്റ്റർ അടുത്ത സിറ്റിംഗ് എടുക്കുക. എന്തൊക്കെ സാധ്യതകളാണ് ആർട്ട്ഫുൾനെസ്സിൽ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഡയറിയിൽ എഴുതി വയ്ക്കുക. ഡയറിയിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മളൊരു നിരീക്ഷകനായിട്ട് നമ്മളെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ നിരീക്ഷകനാണ് സംവേദനക്ഷമത ഉണ്ടാവുന്നത്. അപ്പോൾ സംവേദനക്ഷമത ഉണ്ടെങ്കിൽ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ അതിന് പരിഹാരമാണ്. കുറച്ച് നേരം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാം, കുറച്ച് നേരം ക്ലീനിങ് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റിംഗ് എടുക്കാം, അല്ലെങ്കിൽ ഡയറി എഴുതാം. അപ്പം പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ തരത്തിലുള്ള ടൂൾസും ഉപയോഗിക്കണം എന്നാണ് രാജീയ മറുപടിയായിട്ട് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചത്, നമ്മൾ സാധാരണ ഇപ്പോൾ ഡയറി റൈറ്റിങ്ങിലും ഒക്കെ പറയും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണമല്ലോ. ഞാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എന്താണ് കണ്ടത് അത് എഴുതി വയ്ക്കുക, അതാണ് ഡയറി. പലരും മെഡിറ്റേഷനും ക്ലീനിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ഡയറി റൈറ്റിംഗ് അപൂർവമായിട്ട് ചെയ്യുന്നത് കണ്ടുള്ളൂ. പക്ഷേ ആത്മീയ സാധനയുടെ ഭാഗമാണ് ഡയറി റൈറ്റിംഗ്. വളരെ ശക്തമായ ഒരു പരിശീലന പദ്ധതിയാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ നിരീക്ഷകനാണ് എഴുതുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് സാക്ഷിഭാവമാണ്, വിറ്റ്നസ്. അപ്പോൾ ഈ നിരീക്ഷകനും സാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് രാജോഗിയുടെ ചോദിച്ച ചോദ്യം. കേട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേമാരത്തെ വാക്കുകളായിട്ട് തോന്നണം, നിരീക്ഷകനും സാക്ഷി, അല്ലേ? അപ്പം അദ്ദേഹം ലളിതമായിട്ട് ഉത്തരം പറഞ്ഞു, നിരീക്ഷകനായാലും സാക്ഷിയായാലും രണ്ടുപേരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടുപേർക്കും ശ്രദ്ധയുണ്ട്. പക്ഷേ നിരീക്ഷകന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് നോക്കുന്നു. സാക്ഷിക്ക് യാതൊരു ഉദ്ദേശങ്ങളുമില്ല, സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് കാണുന്നു. അപ്പോൾ പ്രത്യേക ഉദ്ദേശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിരീക്ഷിക്കുന്ന കാഴ്ച വ്യത്യസ്തമാവുന്നു. അപ്പോൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. യാതൊരു ഉദ്ദേശമില്ലാണ്ട് നമ്മൾ നിരീക്ഷിക്കണമെങ്കിൽ യാഥാർത്ഥ്യം അതുപോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഈ സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാസ്റ്ററെ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സാക്ഷിയാക്കി മാറ്റി അദ്ദേഹത്തിനോട് കണക്ട് ചെയ്യുക നമ്മുടെ ഹാർട്ടിനെ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും
ഇതിനാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണത്. അല്ലെങ്കിൽ എന്താണ് നിരീക്ഷകൻ, എന്താണ് സാക്ഷി, നമുക്ക് പലപ്പോഴും അങ്ങനെ സംശയം തോന്നും. ഇപ്പോൾ കോടതി മുറിയിലൊക്കെ സാക്ഷി മൊഴിക്ക് നല്ല വിലയുണ്ട്. വാദിയും പ്രതിയും പറയുന്നതിന് വിലയില്ല. എന്താ കാരണം? ഈ വാദിയും പ്രതിയും കക്ഷികളാണ്, അവർക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. സാക്ഷി എന്ന് പറഞ്ഞാൽ നിസ്സംഗനായിട്ടുള്ള ഒരു കാര്യം കണ്ട ആളാണ്, പ്രത്യേക ഉദ്ദേശങ്ങളില്ല. അപ്പോൾ യാഥാർത്ഥ്യത്തെ അതുപോലെ കാണാനുള്ള ഒരു കഴിവ് സാക്ഷിക്കുണ്ട്. അതാണ് സാക്ഷിഭാവത്തിൻ്റെ പ്രാധാന്യം. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക? നമ്മൾ എന്ത് കാര്യം കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ വൈകാരികത, ഉടനെ തന്നെ നമുക്ക് പ്രതികരിക്കാനുള്ളൊരു പ്രവണതയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതിൻ്റെ അർത്ഥം എനിക്ക് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരീക്ഷണം ഭാഗികമാണ്. ഭാഗികമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പം ഈ നിരീക്ഷണിൽ നിന്ന് സാക്ഷിയിലേക്കുള്ള യാത്രയാണ് ആത്മീയ യാത്ര എന്നത്. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപകരണമാണ് ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ നിരീക്ഷിച്ചിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങും. തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുക എന്താ ഞാൻ എഴുതുക, പക്ഷേ നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? നമ്മളെല്ലാത്തിനും കയറി ഇടപെടുന്ന സ്വഭാവം, കക്ഷി ചേരലാണ് നമ്മുടെ സ്വഭാവം അല്ലേ? എല്ലാത്തിനും നമ്മൾ കക്ഷി ചേരും. ഇപ്പോൾ കോടതിയിലേക്ക് എപ്പോഴും കാണാൻ ഒരു കേസിൽ വേറെ ആൾ കക്ഷി ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ സാക്ഷിയായി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കക്ഷി ചേരുന്ന സ്വഭാവം നമുക്കുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് കക്ഷി ചേരേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ഈ കക്ഷിയിൽ നിന്ന് നമ്മൾ നിരീക്ഷകനായിട്ട് മാറും. പിന്നീട് നിസ്സംഗമായിട്ടൊരു കാര്യത്തിനെ കാണാൻ, അപ്പോഴേക്കും നമ്മുടെ ബോധത്തിന് ഒരു സംവേദനക്ഷമത വരുന്ന സമയത്ത് നമുക്ക് സാക്ഷിഭാവത്തിലേക്ക് മൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആലോചിച്ചു ഈ ഡയറി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നും. സ്ലോലി കക്ഷിയായിട്ടുള്ള നമ്മൾ നിരീക്ഷകനാവും, പിന്നീട് സാക്ഷിയും. ബാബുജി മഹാരാജ് എപ്പോഴും അദ്ദേഹം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ ഒത്തൻറ്റിക്കായിട്ട് പറയുക. ഐ ആം ടെല്ലിങ് യു പറഞ്ഞിട്ടാണ് ബാബുജി പറയുക. അപ്പോൾ ഒരു അഭ്യാസി ചോദിച്ചു, ബാബുജി ഐ ആം ടെല്ലിങ് യു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഞാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞ രാമചന്ദ്രയാണോ, എൻ്റെ ഗുരുവായ ലാലാജിയാണോ, അതോ ഈശ്വരനാണോ എന്ന് എനിക്കറിയില്ല. അത് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്ന് വെച്ചാൽ അർത്ഥം അദ്ദേഹം നിഷ്കളങ്കമായിട്ടുള്ള അവസ്ഥയിൽ പരിപൂർണ സാക്ഷിയായി. പരിപൂർണ സാക്ഷി ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തിന് അതുപോലെ തന്നെ അദ്ദേഹം കാണും. നമ്മൾ ആലോചിക്കണം, എപ്പോൾ നമുക്ക് ഉദ്ദേശത്തോടു കൂടി നമ്മൾ നിരീക്ഷിക്കുന്നോ, എപ്പോൾ നമ്മൾ വൈകാരികതയിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിനെ നിരീക്ഷിക്കുന്നോ, ആ സമയത്തെല്ലാം യാഥാർത്ഥ്യം കാണാനുള്ള കഴിവ് നമുക്ക് നഷ്ടം. അപ്പം അതിന് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഉപകരണമാണ് ഡയറി റൈറ്റിംഗ്. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് നിരീക്ഷിച്ചിട്ട് എഴുതണം. ഇപ്പോൾ ലൈറ്റ്നെസ് ഫീൽ ചെയ്തു ഹൃദയത്തിൽ വെച്ചാൽ ഏത് ഭാഗത്താണ് ലൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ? ആ ലൈറ്റ്നെസ്സിൻ്റെ സ്വഭാവം എന്താണ്? മെഡിറ്റേഷന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ സംവേദനക്ഷമത നമ്മളിൽ വളരും. രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് മാസ്റ്ററെ ഒരു സാക്ഷിയാക്കി നമ്മുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സാക്ഷിയാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തിനോട് പറയുന്ന പോലെ എഴുതണം. അപ്പോൾ വളരെ വേഗത്തിൽ
നമുക്ക് ഈ സാക്ഷിഭാവം നേടിയെത്താറ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച മറ്റൊരു ചോദ്യം, ഇന്ന് സ്ത്രീകൾ ആധുനിക ലോകത്തിൽ, സ്ത്രീകളുടെ ഒരു സിസ്റ്ററാണ് ആ ചോദ്യം ചോദിച്ചത്. ആധുനിക ലോകത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുമ്പത്തേക്കാൾ കൂടുതലായിട്ടും. പ്രത്യേകിച്ച് അവർ ഹോർമോണൽ ഇംബാലൻസ്, ഈ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന വൈകാരികത. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലല്ല അന്ന് സ്ത്രീകളുള്ളത്. പുരുഷന്മാരെ തൊഴിൽ തന്നെ അധ്വാനിക്കേണ്ട അവസ്ഥയിലാണ് അവരുള്ളത് ഇന്നും. അപ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള സാഹചര്യത്തിലാണ് ഇന്ന് സ്ത്രീകളുള്ളത്. അപ്പോൾ അവർക്ക് ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിന് പുറമെ അങ്ങേക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത്. ഹാർട്ട്ഫുൾനെസ് പരിശീലനം എല്ലാവർക്കും ഉണ്ടല്ലോ, പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട്. പക്ഷേ പുരുഷന്മാരുടെ സ്പിരിച്വൽ അനാട്ടമി അല്ല സ്ത്രീകൾക്കുള്ളത്. പുരുഷന്മാർ കടന്നു പോകുന്ന വൈകാരികമായ സാഹചര്യത്തിൽ കൂടെ അല്ല സ്ത്രീകൾ കടന്നു പോകുന്നത്. അവർക്ക് പ്രത്യേകമായിട്ട് വല്ല പരിശീലന പദ്ധതി ഹാർട്ട്ഫുൾനെസ്സിന് നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ഒരു സിസ്റ്റർ ചോദിച്ചു. പ്രസക്തമായൊരു ചോദ്യമല്ലേ, പല സിസ്റ്റേഴ്സിനും ഉണ്ടാവും ഈ ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആത്മീയ പരിശീലനം ചെയ്യണം, മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രയർ, നിരന്തര സ്മരണ, ഡയറി റൈറ്റിംഗ് ഒക്കെ ചെയ്യണം. അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഉന്നതമായ ബോധം അല്ലെങ്കിൽ ഇച്ഛാശക്തി, അത് ഉപയോഗിച്ച് ബോധപൂർവം നമ്മുടെ ജീവിതത്തിനെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഓട്ടോമാറ്റിക്കല്ല. നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സംവേദനക്ഷമതയും ബോധത്തിൻ്റെ ഉയർച്ചയും സംപ്രേഷണത്തിലൂടെ അദ്ദേഹം നമുക്ക് തരുന്നു. അത് ബോധപൂർവ്വം ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വ്യക്തിയുടെയാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ എന്തൊക്കെ കറക്ഷൻസ് നമുക്ക് വരുത്താനുള്ളത് നമ്മുടെ ജീവിത രീതി? ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹിതകരമായ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് നമ്മൾ നോക്കണം. ഏത് സമയത്ത് നമ്മൾ കഴിക്കണോ, കൃത്യമായിട്ട് സമയം ആഹാരം കഴിക്കാൻ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതികൾ, അത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യമാകും. അപ്പോൾ ആ നിരീക്ഷണ പാഠവും നമുക്ക് പ്രാക്ടീസിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണു, നമ്മുടെ പഴയ പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്യണു എന്ന് പറഞ്ഞാൽ ഈ സാധന കൊണ്ട് കിട്ടുന്ന ബോധത്തിൻ്റെ ഉണർവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിലെന്നാണ്. അപ്പോൾ ആഹാര രീതി മാറ്റേണ്ടതല്ലെങ്കിൽ മാറ്റണം, ബോധപൂർവ്വം മാറ്റണം. പിന്നെ ഒരു അഭ്യാസിയാണെങ്കിൽ ഉറങ്ങുന്ന സമയം, ഉണരുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യത്തിന് നമ്മൾ ഉറങ്ങുന്നുണ്ടോ? നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടോ? എന്താ കാരണം? എല്ലാ ജീവജാലങ്ങളും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ചില ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. രാവിലെ സൂര്യരശ്മി നമ്മുടെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ സീറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും. സീറോട്ടോണിൻ ഹാപ്പി എൻസൈമാണ്. ഈ ഹാപ്പി എൻസൈം എന്തിനാണ്? നമുക്ക് പകലുടനീളം നമുക്ക് പ്രവർത്തിക്കാനാണ്. സന്ധ്യ ആവുന്നതോടുകൂടി ഈ സീറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ട് അതേ എൻസൈം മെലട്ടോണിൻ എന്ന് പറയുന്ന വേറെ എൻസൈമായിട്ട് കൺവേർട്ട് ആവും. ഈ മെലട്ടോണിനാണ് നമുക്ക് ഉറക്കം തരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രകൃതിയുടെ സൈക്കിൾ അനുസരിച്ച് ഈ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിവേകം ഉപയോഗിക്കേണ്ട എങ്ങനെ? അതിനനുസരിച്ച് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തേണ്ടത്. ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതോടുകൂടിയാണ് മനുഷ്യന് ഈ താളം മുഴുവൻ തെറ്റിച്ച്. അപ്പോൾ നന്നായി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ശരിക്കുള്ളൊരു അഭ്യാസിയെന്ന് പറയാം.
നേരെ മറിച്ച് തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, രാത്രി ഒരുപാട് നേരം ഉണർന്നിരിക്കുക, ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സ്, ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ ഹാർട്ട്ഫുൾനെസ്സിലെ പരിശീലനം കൊണ്ടുണ്ടാവുന്ന ബോധത്തിൻ്റെ ഉണർവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് ഇപ്പം ജീവിത രീതി ബോധപൂർവ്വം പരിഷ്കരിക്കേണ്ടത്. ആഹാരം, അതുപോലെ ഉറങ്ങുന്ന രീതി. പിന്നെയോ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ചലനം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അനങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കൈ പ്ലാസ്റ്റർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തണമെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചലനത്തിലാണ് ജീവിതം. അപ്പോൾ ശരീരത്തിന് അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ആവശ്യമാണ്. അത് ബോധപൂർവ്വം കറക്റ്റ് ചെയ്യണം. ഞാൻ എക്സസൈസ് ചെയ്യാത്ത ആളാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാലോചിക്കണം എന്തൊക്കെ കറക്ഷൻസാണ് വരുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യാറില്ല, എക്സസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് എക്സസൈസ് ചെയ്യേണ്ടത് എനിക്ക് യോജിച്ചത്? ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാം. ഇതൊക്കെ ബോധപൂർവ്വം ലൈഫ് സ്റ്റൈൽ കറക്ഷൻസാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആഹാരം, ഉറക്കം, എക്സസൈസ്. ഇതൊക്കെ ആത്മീയ ഗുരുവാണ് നമ്മൾ പറയുന്ന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ മനോഭാവമാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനോഭാവം നേരത്തെ താര പറഞ്ഞ പോലെ നെഗറ്റീവാണെങ്കിലോ, ലാമയ്ക്ക് പകരം ഗാമയാണെങ്കിലും ഇതെല്ലാം ഓൾട്ടർ ചെയ്യും. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എൻസൈംസ് ശരീരത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, ചിന്തകളാണ്. ചിന്തകളിൽ തുടങ്ങുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വന്നാൽ നെഗറ്റീവ് എൻസൈംസ് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യും. അപ്പോൾ ചിന്തകളിൽ നിന്നാണ് ഇത് തുടക്കം. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളും അഹം എന്നുള്ള ഭാവവും അതിന് കാരണമാണ്. ഒപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, ബാഹ്യമായിട്ടുള്ള സംഗതികളും ഈ ചിന്തകളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറ്റും. അപ്പം അദ്ദേഹം പറയും ഇന്ന് ഈ ടി വിയുടെ അതിപ്രസരം കാരണം മിക്കവാറും ആൾക്കാർ 2 or 3 സിനിമകളൊക്കെയാണ് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലിയില്ലാത്തവർ, ജോലിയുള്ളവർ പിന്നെ വീക്കെൻഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ സിനിമ കാണുമ്പോൾ സിനിമ കാണണ്ടെന്നല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ വൈകാരികമായ രംഗങ്ങളുണ്ട്. റൊമാൻസ്, നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള ചിന്തകളുണ്ടാവും. ഒരു റേപ്പ് സീൻ കാണാതിരിക്കുക, നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള എൻസൈംസ് റിലീസ് ചെയ്യും. ഒരു കൊലപാതകത്തിൻ്റെ സീൻ കാണാതിരിക്കുക. ഇതൊക്കെ ഈ വൈകാരികതയെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഇതെല്ലാം നമ്മളെ ബാധിക്കും. അപ്പോൾ അധികം സിനിമയിൽ ഹീറോ ഉണ്ടാവും, വില്ലൻ ഉണ്ടാവും. വില്ലനെ നമുക്കിഷ്ടമല്ല. ഒരു കാരണമില്ലാണ്ട് നമ്മൾ ആൾക്കാരെ വെറുക്കാൻ തുടങ്ങും സിനിമയിൽ കണ്ട ആളുകൾ. അപ്പോൾ ഇതെല്ലാം എൻസൈം റിലീസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയണത് അത് പറ്റിയ സിനിമ കാണണമെന്നല്ല നിങ്ങൾ പറയണത്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ പോലെ സാക്ഷിഭാവത്തിലുണ്ടാവണം നമ്മൾ. ബാബുജി മഹാരാജ് എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കാണുകയാണെങ്കിൽ, എന്ത് കാര്യം കാണുകയാണെങ്കിൽ മാസ്റ്റർ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കാണണമെന്ന് സങ്കല്പിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാണുന്ന കാര്യത്തിൻ്റെ വൈകാരികത പോയിട്ട് ആക്ച്വലായിട്ടുള്ള സംഗതി മാത്രം കാണും. ബാബുജി മഹാരാജ് പറയും നിങ്ങൾ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പഴയ കാലത്തല്ലേ, റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നു റോഡ് സൈഡിൽ നിന്നിട്ട് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ കാണുമ്പോൾ നമുക്ക് അതിലൊരു പ്രത്യേക ആകർഷണം തോന്നി. അപ്പോൾ നമ്മൾ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുക, അതവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ ഡാൻസ് കാണാൻ നിന്നു. ബാബുജി മഹാരാജ് പറയാം അപ്പോൾ കണക്ട് ചെയ്യുക അവരുടെ ഹാർട്ടുമായിട്ട്. മാസ്റ്ററാണ് ഈ കാഴ്ച കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം പറയണോ എത്ര മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് ഈശ്വരൻ നടത്തി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ യാത്രയിലോട്ട് തന്നു. നമ്മളിൽ മുദ്രകൾ ഉണ്ടാക്കില്ല അത്. അതുകൊണ്ടാണ് ഈശ്വരനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാൻ പറയുന്നത്.
അപ്പോൾ അവിടെ ഈ സാക്ഷിഭാവം നമുക്ക് ഉപയോഗപ്രദമാണ് ജീവിതത്തിലൂടെ നീങ്ങാൻ. ആ സാക്ഷിഭാവത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഡയറി റൈറ്റിംഗ് ശീലമാക്കണം. ഇപ്പോൾ സ്ത്രീകളോട് മാത്രമല്ല, ഇത് പുരുഷന്മാർക്കും ഇതൊക്കെ ബാധകമാണ്. പക്ഷെ അദ്ദേഹം പറയണ ആത്മാർത്ഥമായിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ബോധപൂർവം ജീവിതത്തിനെ പരിഷ്കരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ആഹാരരീതി, എക്സസൈസ്, ഉറങ്ങാനും ഉണരാനും കൃത്യസമയം, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക, പിന്നെ മനോഭാവം, എല്ലാത്തിനോടും പോസിറ്റീവായിട്ടുള്ള മനോഭാവം. നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു ആ സാക്ഷിഭാവം ഈ നിലനിർത്തുക. അല്ലെങ്കിൽ എന്താണ്, ഈ വിനോദം തന്നെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ റിലീസ് ചെയ്യാനുള്ള അവസരമായിട്ട് മാറും. എത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടാത്ത ഒരു ബന്ധമാണ് മാസ്റ്ററുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ എല്ലാ കാര്യങ്ങളും ഒരു സാക്ഷിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഹാർട്ട്ഫുൾനെസ് ജീവിതത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇതിൻ്റെ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് നമ്മളവിടെ. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഓട്ടോമാറ്റിക്കല്ല എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെഡിറ്റേഷൻ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ അടുത്തുള്ള ആളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യണ ഉള്ളിൽ എന്താ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ആവശ്യമുണ്ടോ? അങ്ങനെ ബോധപൂർവ്വം ചെയ്യുമ്പോൾ മാത്രമേ ആ കറക്ഷൻസ് വരുള്ളൂ. ഇല്ലെങ്കിൽ പഴയ പാറ്റേണിലേക്ക് നമ്മൾ വീണു പോകും. അപ്പോൾ ഈ പുരോഗതി നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്തത് നമുക്ക് ഉപയോഗപ്രദമാകുന്നില്ല. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റായി പോകാൻ, ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ല നമ്മൾ മെഡിറ്റേഷനിൽ. അത് ഉപയോഗിക്കേണ്ടതില്ല. വിവേകം ബോധപൂർവത്തോടെ ആയിട്ട് വിവേകം നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഈ പരിശീലന പദ്ധതിയുടെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനാവും. മറ്റൊരു ചോദ്യം സാധാരണ എല്ലാവരും ചോദിക്കുന്നതാവും, എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യണം? മെഡിറ്റേറ്റ് ചെയ്യുന്നവർ അവരുടെ വീട്ടിലുള്ളവരോ ഫ്രണ്ട്സൊക്കെ എന്താണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം ഇല്ലേ, ചോദിക്കാറില്ലേ? മെഡിറ്റേറ്റ് ചെയ്തില്ലേ എന്താ കുഴപ്പം? മെഡിറ്റേഷൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ അഭ്യാസിയും നേരിടുന്നൊരു ചോദ്യമായിരിക്കും. നിങ്ങൾ എന്ത് മറുപടി പറയുന്നത്? ഇപ്പോൾ ഭാര്യ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭർത്താവ് എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പറയൂ, എന്നെ ബോധ്യപ്പെടുത്തുക എന്ത് പറയുന്നു? അതാണ് ഒരു ചോദ്യം ചോദിച്ചത്. അത് ചോദിച്ചത് ലാലാജി മെമ്മോറിയൽ സ്കൂളിൽ, നമ്മുടെ ഈ മിഷൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ചോദിച്ചത് ഈ ചോദ്യം. അപ്പോൾ അദ്ദേഹം ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മെഡിറ്റേഷൻ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ സന്തോഷം അല്ലേ? സന്തോഷമാണ് എല്ലാവരും അന്വേഷിക്കുന്ന വിഷയം. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും സന്തോഷമാണ് അന്വേഷിക്കുക. അപ്പോൾ സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥ എന്താണ്? അപ്പം നമുക്ക് ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. ചിലർ പറയാറുണ്ട് എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, മെഡിറ്റേഷൻ വരുന്ന ആളുകൾ പറയും എല്ലാം ഉണ്ട്, എല്ലാ വീട്ടിലെ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ സമാധാനമില്ല. അപ്പോൾ എന്താണ് സമാധാനമില്ലാത്ത? അതിലേക്ക് പിന്നെ നമ്മൾ കടക്കണം. അപ്പോൾ ശാന്തി അല്ലെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ശാന്തിയാണ്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം തന്നെ ഉണ്ട്, അശാന്തസ്യ കുതസുഖം. അതായത് അസ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സുള്ള ആൾക്ക് എങ്ങനെ ജീവിതത്തിൻ്റെ സുഖം പ്രാപ്തമാകും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ചോദിക്കും. അപ്പോൾ
സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥ ശാന്തിയായി. ഈ ശാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പിന്നെയും അതിൻ്റെ ബാക്കിലേക്ക് ആലോചിച്ചാൽ എങ്ങനെയാണ് ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുക? ശാന്തി ഉണ്ടാവണമെങ്കിൽ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ളൊരു പൊരുത്തം വേണം. നമ്മുടെ ആന്തരിക ഘടകങ്ങളായിട്ടുള്ള എൻ്റെ മനസ്സും ബുദ്ധി അഹങ്കാരവും തമ്മിൽ ആന്തരികമായിട്ടൊരു പൊരുത്തം വേണം. ചുറ്റുമുള്ള ആളുകളായിട്ട് ഒരു പൊരുത്തം വേണം. ഇപ്പോൾ വീട്ടിലെങ്ങനെ ശാന്തി ഉണ്ടാവും? വീട്ടിലെ ആളുകൾ തമ്മിലൊരു പൊരുത്തം വേണം. ആ പൊരുത്തത്തിന് എന്താണ് ആദ്യത്തെ വേണ്ടത്? ഓരോ വ്യക്തിയുടെ ഉള്ളിലും ശാന്തി വേണം, അല്ലേ? അപ്പോഴല്ലേ വ്യക്തികൾ തമ്മിൽ പൊരുത്തം ഉണ്ടാവും. അപ്പോൾ ഒരു ഹാർമണി അല്ലെങ്കിൽ പൊരുത്തമാണ് ശാന്തിക്ക് തൊട്ട് മുമ്പുണ്ടാവേണ്ട അവസ്ഥ. അപ്പോൾ നമ്മൾ നോക്കണം, എൻ്റെ ആന്തരികമായിട്ടാണോ എൻ്റെ അസ്വസ്ഥത, അതോ കുടുംബത്തിലുള്ള മറ്റുള്ളവരുമായിട്ടാണ് എനിക്ക് അസ്വസ്ഥത? മിക്കവാറും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആന്തരികമായ അസ്വസ്ഥതയാണ് ഭാഗ്യമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ ഹാർമണി അല്ലെങ്കിൽ പൊരുത്തം ആണ് ശാന്തിയുടെ തൊട്ട് മുമ്പുള്ള അവസ്ഥ. ഇനി ഹാർമണി അല്ലെങ്കിൽ പൊരുത്തം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഫെന്നി മുകളിലേക്ക് പോയാൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. എന്തുകൊണ്ടാണ് ഈ ഹാർമണി അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടേ? എന്തുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥത? എന്തുകൊണ്ടാണ് കുടുംബാംഗങ്ങളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത്? അത് ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണ്ടേ നമുക്ക്? അപ്പം എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. അതാണ് ഹാർമണിയുടെ തൊട്ട് മുമ്പത്തെ അവസ്ഥ. ദാജിയതിനെ കോൺടംപ്ലേറ്റീവ് തിങ്കിങ് എന്ന് പറയും. എല്ലാ ഡയറക്ഷനും തിങ്ക് ചെയ്യാൻ അറിയാം, ഒരേ ഡയറക്ഷൻ മാത്രമല്ല. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മനസ്സ് വേണമാവും, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് അവിടെ നിൽക്കണം. വേറെ പല സ്ഥലത്തേക്ക് ഓടിപ്പോവാണെങ്കിലോ അപ്പോൾ നമ്മുടെ മനസ്സിന് ഫോക്കസ് ഇല്ല. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കണമെങ്കിൽ മനസ്സിന് ഫോക്കസ് വേണം. മനസ്സിന് ഫോക്കസ് വേണമെങ്കിൽ മനസ്സ് ക്രമീകരിക്കപ്പെട്ട മനസ്സായിരിക്കണം, അസ്വസ്ഥമായിട്ടുള്ള മനസ്സാവരുത്. മനസ്സിനെ ക്രമീകരിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എന്താ? വൈറ്റ് ഫിഷ്. അപ്പോൾ ഈ ഡോട്ട്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. എങ്ങനെ പോവുക? മെഡിറ്റേഷൻ ഫസ്റ്റ്, ക്രമീകരിക്കപ്പെട്ട മനസ്സ്, എല്ലാ ഡയറക്ഷനിലും തിങ്ക് ചെയ്യാൻ പറ്റുന്ന മനസ്സ്, ഹാർമണി പൊരുത്തം, ശാന്തി, പിന്നെ സന്തോഷം. അപ്പോൾ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? പോയില്ലേ? അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞു വയ്ക്കണം, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്ന ഡോട്ട്സ്. എന്താ പറഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സുപയോഗിച്ച് നമ്മൾ ആദ്യം വിശകലനം ചെയ്യേണ്ട ഹാർട്ട്ഫുൾനെസ്സിലെ പ്രിൻസിപ്പിൾസിനെയാണ്. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രാക്ടീസിൻ്റെ ഉദ്ദേശം നമ്മൾ ആലോചിക്കും. കുറച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ അത് ക്ലിയർ ആവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സന്തോഷം എന്നും മെഡിറ്റേഷനുമായിട്ടുള്ള കണക്ഷൻ ഇതാണ്. അപ്പോൾ മറ്റൊരു കുട്ടി എന്നെ ചോദിച്ചു, ആത്മീയതയ്ക്ക് എന്താണ് ഇത്രയധികം പ്രാധാന്യം? ഇതേ ചോദ്യം തന്നെ വേറൊരു രീതി. ആത്മീയത എന്ന് പറയുന്ന വിഷയം നമ്മൾ കേട്ടില്ല. എന്താണ് അതിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം? അപ്പോൾ അത് കുട്ടിയായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു. അപ്പോൾ ആദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മ ഹാർട്ട്ഫുൾനെസ് അഭ്യാസിയാണ്, അതുകൊണ്ട്. അപ്പോൾ അത് അത് ശരി, അപ്പോൾ എൻ്റെ അമ്മ അഭ്യാസി, അപ്പോൾ അമ്മയെ ഇഷ്ടമല്ല നിനക്ക് ചോദിച്ചിട്ടുണ്ട്. അമ്മ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെന്താ? അല്ല, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്പിരിച്വാലിറ്റിക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ്, ആത്മീയതയ്ക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്?
ഇപ്പോൾ താജി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ അധ്വാനിക്കുന്നു, പണം ഉണ്ടാക്കണോ, വീട് വയ്ക്കുന്നു, സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നു. അത് നമ്മുടെ ഭൗതിക ജീവിതം. ഈ ഭൗതിക ജീവിതം ഒരു പകുതിയാണ് ജീവിതത്തിൻ്റെ. ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി ഉള്ളിൽ നോക്കുന്ന സമയത്ത് വൈകാരികവും ആത്മീയവുമായിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? നമ്മളെ ചിന്തകൾ, നമ്മളെ വികാരങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ആത്മാവ്. അപ്പോൾ ജീവിതത്തിന് രണ്ട് പകുതിയുണ്ട് നമ്മൾ മനസ്സിലാക്കും. ഭൗതികമായിട്ടുള്ളൊരു പകുതി, ആന്തരികമായിട്ടുള്ള മറ്റൊരു പകുതി. ഈ രണ്ട് പകുതിയും തമ്മിലുള്ള ബാലൻസ് ഇല്ലായ്മ നമ്മൾ നേരത്തെ പറഞ്ഞു. ആന്തരികവും ബാഹ്യമായിട്ടുള്ള പൊരുത്തക്കേട് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ രണ്ട് പകുതിയുണ്ട്. ബാബുജി മഹാരാജ് പറഞ്ഞു, ഒരു പക്ഷി രണ്ട് ചിറകിൽ പറന്നു പോകുന്ന പോലെയാണ് പറഞ്ഞത്. പണ്ട് ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പുസ്തകങ്ങളിലെ വേറെ ഒരു പക്ഷി പറക്കുന്ന പടം ഉണ്ടാവും. എന്താണ്? ജീവിതത്തിൻ്റെ ബാലൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചിറകിൽ ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല. രാമായണത്തിലെ ജടായു എന്ന് പറഞ്ഞൊരു പക്ഷി സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുമ്പോൾ ഈ പക്ഷിയാണ് തടയുക. അപ്പോൾ കുറേ നേരം ഇതിങ്ങനെ തടയുമ്പോൾ രാവണൻ എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ വജ്രായുധെടുത്ത് അതിൻ്റെ ഒരു ചിറക് മാത്രം വെട്ടും. ഒരു ചിറക് വെട്ടിയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി 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 താഴെ വീഴും. അതുപോലെ ജീവിതത്തിൽ രണ്ട് ചിറകുകൾ, ആധ്യാത്മികവും ഭൗതികവും. ഇത് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനെങ്കിൽ, ഒരു ചിറക് മാത്രം ഇങ്ങനെ വളർന്നു വരാൻ നിൽക്കുക, പക്ഷിക്ക് പറക്കാൻ പറ്റും? ഇല്ല. അതായത് ആത്മീയതയ്ക്ക് വേണ്ടി ഭൗതികതയോ അല്ലെങ്കിൽ ഭൗതികതയ്ക്ക് വേണ്ടി ആത്മീയതയോ കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉദാസീനത അനുഭവപ്പെടുന്നെങ്കിൽ ഒരു പ്രിസെപ്റ്ററെ സമീപിച്ച് സിറ്റിംഗ് എടുത്ത് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. താൽക്കാലികമായിട്ട് ആധ്യാത്മികതയിൽ കൂടുതൽ താല്പര്യം, ഭൗതികതയിൽ താല്പര്യമില്ലാണ്ട് അത് തെറ്റാണ്. നേരെ തിരിച്ച് നമ്മൾ സംഭവിക്കുക, പരിപൂർണമായിട്ട് ഭൗതികതയിൽ മുഴുവനും ആത്മീയതായിട്ടുള്ള ഭാഗം ശുഷ്കിച്ച് ഉണങ്ങിയില്ലാതെ. അപ്പോഴാണ് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള അസ്വസ്ഥതകളും നമുക്ക് ഫീൽ ചെയ്യാം. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം? അദ്ദേഹം പറയും, രണ്ട് പക്ഷിക്ക് രണ്ട് ചിറക്, അതിനെ ഗൈഡ് ചെയ്യുന്നതിൻ്റെ വാലാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് പക്ഷിക്ക്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതം ആധ്യാത്മിക ജീവിതത്തിലും അതിൽ വാല് പോലെ ഗൈഡൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും നമ്മൾ നയിക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവും. ഇപ്പം മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു ഫീൽഡിലാണ് ഇതൊക്കെ നടക്കണേ. അപ്പോൾ ക്രമീകരിക്കപ്പെട്ടൊരു മനസ്സ് വേണം നമുക്ക് പരിശുദ്ധമായിട്ടുള്ള ഹൃദയം ആവശ്യമുണ്ട്. അത് തുടങ്ങുന്ന എവിടുന്ന ചിന്തയതാണ്. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിനെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ശരിയായ ചിന്തയാണ് ആദ്യം കറക്റ്റ് ചെയ്യുന്നത്. പിന്നെയോ നമ്മുടെ ഫീലിംഗ് കറക്റ്റായിരിക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ അതുകൊണ്ട് റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഫീലിംഗ്, ഇത് രണ്ടും ശരിയാണെങ്കിൽ ജീവിതത്തിനോടുള്ള സമീപനം കറക്റ്റായിരിക്കണം. സത്യസന്ധമായ സമീപനമായിരിക്കും ജീവിതത്തിൽ. ഇന്ന് ജീവിതത്തിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ജീവിതത്തിനോട് സത്യസന്ധമായിട്ടുള്ള സമീപനം ഇല്ല, നമുക്കറിയാം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിംഗ് തെറ്റാണ്, ചിന്ത തെറ്റാണ്. ഹൃദയത്തിൻ്റെ ഫീലിംഗ് റോങ്ങാണ്, നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഈ മൊത്തത്തിൽ ഈ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ആ കറക്ഷനോട് ആദ്യം മെഡിറ്റേഷനാണ് തുടങ്ങുന്നത്, മനസ്സ് ക്രമീകരിക്കുന്നതിൽ. എത്ര ഉദാത്തമായൊരു പരിശീലനമാണ് ഹാർട്ട്ഫുൾനെസ്, ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ അത്രമാത്രം ഒരു വാല്യൂ നമ്മൾ ജീവിതത്തിൽ അതിന് കൊടുക്കണ്ടേ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എത്രമാത്രം പ്രാധാന്യം നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിനും ഈ സമ്പ്രദായത്തിനും ഇതിൻ്റെ മാസ്റ്റേഴ്സിനും കൊടുക്കേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്കും. ജീവിതത്തിൽ